ശ്ലീബായ്ക്ക് ശേഷം വരുന്ന 4-ാം ഞായറാഴ്ച പരിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഉപഭോഗ സംസ്കാരവും വാണിജ്യ സംസ്കാരവും ആഗോളവൽക്കരണവുമൊക്കെ അതിശക്തമായി ഈ ലോകത്തെ നയിക്കുന്ന സമയത്ത് ധനത്തോടുള്ള മനുഷ്യരുടെ സമീപനങ്ങളാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ ക്രിസ്തുവിനോട് ഒരാൾ അവരുടെ സ്വത്ത് തർക്കത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുകയാണ്. തങ്ങൾക്ക് അവകാശം കിട്ടുന്ന സ്വത്ത് അത് ഭാഗം ചെയ്തു തരുവാൻ സഹോദരനോട് കൽപ്പിച്ചാലുമെന്ന് പറയുമ്പോൾ ക്രിസ്തു പറയുകയാണ്, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചുവെന്ന്. ഒരല്പം മണ്ണ് ഭൂമിയിൽ സ്വന്തമാക്കാതിരുന്ന ക്രിസ്തുവിനെയാണ് ഈ തർക്കത്തിന് കൂട്ടുപിടിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഒരല്പം ആത്മനിന്ദ തോന്നേണ്ടതാണ്. പലപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൂട്ടുപിടിക്കുന്നതിൽ ക്രിസ്തുവിന് വലിയ താല്പര്യമില്ല എന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകും. തനിക്കും തൻ്റെ സഹോദരനുമിടയിലെ സ്വത്ത് തർക്കങ്ങളിൽ ഇടപെടാൻ ആവശ്യപ്പെടുമ്പോൾ ക്രിസ്തു ബോധപൂർവം ഇവിടെ ഒഴിഞ്ഞു മാറുന്നത് അതിന് കാരണമാണ്. യഥാർത്ഥത്തിൽ ഈ ബോധ്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? പലപ്പോഴും വിഭജനങ്ങളൊന്നും മണ്ണിലല്ല, മനസ്സിലാണ് ഉണ്ടാകുന്നത്. മനസ്സിലുണ്ടാകുന്ന വിഭജനങ്ങളാണ് മണ്ണിലോട്ടും മനുഷ്യരിലോട്ടും ഇറങ്ങുന്നത്. അതുകൊണ്ട് പണവും സ്വത്തും കൂടിയാൽ എല്ലായിടത്തും തലമുറകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഡിവിഷൻ, വിഭജനം. ഒരുമിച്ചുണ്ടു വളർന്നവരും ഒരേ കിടക്കയിൽ കെട്ടിപ്പിടിച്ചുറങ്ങിയവരൊക്കെ എത്ര പെട്ടെന്നാണ് അവരുടെ കയ്യിൽ ധനം കൂടുമ്പോൾ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനുള്ള കാരണങ്ങളാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവേൻ, വളരെ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവേൻ എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ദ്രവ്യാഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ ചില ഘടകങ്ങളെയാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ലാഭേച്ഛ. ദ്രവ്യാഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോഫിറ്റ് മോട്ടീവോടുകൂടെ കാര്യങ്ങൾ, പണത്തെ സമീപിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ നാം ഇത് പറയുമ്പോൾ ലോകം ഇത് സമ്മതിച്ചു തരണമെന്നില്ല. എങ്കിൽ പോലും എന്തിനും ലാഭം പ്രതീക്ഷിക്കുന്ന, എന്തിനും പലിശ പ്രതീക്ഷിക്കുന്ന ഒരു വാണിജ്യ സംസ്കാരമാണ് ഇന്നത്തെ ലോകത്ത്, ഇല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ ഭരിക്കുന്നത്. അതെല്ലാ തലങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ മേഖലകളിലും അതിൻ്റെ പിടിമുറുക്കി കഴിഞ്ഞു. അർഹതയില്ലാത്തതും പിടിച്ചു മേടിക്കുന്നതുമായ ഒരു കാലം കൈകൂപ്പേണ്ടത് അർഹതയുണ്ടായിട്ടും സഹോദരനു വേണ്ടി വേണ്ട എന്ന് വെച്ച നമ്മുടെ പൂർവിക ജന്മങ്ങളെ തന്നെയാണ്. ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുന്ന നഷ്ടങ്ങളുടെ ഒരു സംസ്കാരം നമുക്ക് നൽകിയത് സ്നേഹത്തിൻ്റെ പരിപൂർണതയായിരുന്നു. അതുകൊണ്ട് പണത്തിൻ്റെ ലാഭങ്ങളെക്കാൾ ജീവിതത്തിൻ്റെ ലാഭങ്ങളെ നേടാൻ നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇത് നൽകുന്ന ഒന്നാമത്തെ ചിന്തയാണ്. രണ്ടാമതായിട്ട് ദ്രവ്യാഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ഘടകമാണ് പ്രോസ്പിരിറ്റി, സമൃദ്ധി. എത്ര കളപ്പുരയിൽ കൂട്ടിവെച്ചാലും തികയുന്നില്ല. വീണ്ടും കൂട്ടിവെക്കുവാൻ കളപ്പുരകൾ പുതിയത് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന മൂഢനായൊരു ധനവാനെയാണ് ഇവിടെ ഉപമിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു നൽകുന്ന ഒരു സമൃദ്ധമായ ജീവനെയല്ല ഇന്ന് ലോകത്ത് ആവശ്യം. കളപ്പുരകൾ നിറയുന്ന വസ്തുവകയും വിളവുകളും കൂട്ടിക്കൂട്ടി വെക്കുന്ന ഒരു പ്രോസ്പിരിറ്റി, ആ സമൃദ്ധിയിലാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ആശ്വാസം ഇരിക്കുന്നത്. പേഴ്സിലെ പൈസയിലാണ് നമ്മുടെ ധൈര്യം. അത് തീരാൻ ആരും സ്വയം അനുവദിക്കാറില്ല. എന്നാൽ അങ്ങനെ തീർത്ത് ജീവിച്ച സമൃദ്ധിയുള്ള ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നുവെന്ന ഓർമ്മ നമ്മെ കൂടുതൽ നന്മയുള്ളവരാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് കൂട്ടിവെക്കുന്നതിലല്ല, പങ്കുവെക്കുന്നതിലാണ് പണത്തിൻ്റെ സന്തോഷം ഇരട്ടിയാകുന്നത്. മൂന്നാമതായിട്ട് ദ്രവ്യാഗ്രഹത്തിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ ഘടകം ഗ്രീഡിയാണ്, ആർത്തിയാണ്. ആർത്തിയുടെ ഒരു സംസ്കാരമാണ്. ഏത് കാര്യത്തോടും എത്ര കിട്ടിയാലും സമൃദ്ധിയും കഴിഞ്ഞ്, ലാഭം കഴിഞ്ഞ്, അതിൻ്റെ സമൃദ്ധി കഴിഞ്ഞ്, അതിൻ്റെയും അപ്പുറമായിട്ടൊരു ആർത്തിയോടുകൂടെയുള്ള ഒരു താല്പര്യം
പണത്തോടും സുഖങ്ങളോടും മനുഷ്യൻ വല്ലാതെ അഭിരമിച്ചിരിക്കുകയാണ്. എത്രയായാലും മതിവരാത്ത മൂഢന്മാരെയാണ് ക്രിസ്തു ഇവിടെ ഉപമിക്കുന്നത്. എല്ലാത്തിനോടും ആർത്തിയോടെ പെരുമാറുന്ന, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മൃഗതുല്യനായ ഒരു ജീവിയായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വിപരീത ഭാഷയാണ് ദമം, മിതത്വം. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ മിതത്വം ശീലിക്കണം. എനിക്കുള്ളത് മാത്രം എനിക്ക് മതി, എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം എനിക്ക് മതി എന്ന് വെക്കുന്ന നല്ല ഒരു ചിന്ത, നല്ല ഒരു പാരമ്പര്യം നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഗിറ്റാർ കാട്ടി ഒരു ഗുരു പറഞ്ഞതാണ് ഈ തരുണത്തിൽ ശരിയാകുന്നത്: ഒത്തിരി മുറുക്കിയാൽ തന്ത്രികൾ പൊട്ടിപ്പോകും, അയഞ്ഞാൽ പിന്നെ സംഗീതവുമില്ല. ഇതിനിടയിൽ എവിടെയോ വെച്ചാണ് സംഗീതം കേൾക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി കൂട്ടുകയോ തീരെ കുറയ്ക്കുകയോ ചെയ്യാതെ മിതത്വത്തിൽ, ഒരു ദമത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയാൽ, ആർത്തിയുടെ സംസ്കാരത്തേക്കാൾ മിതത്വത്തിൻ്റെ ഒരു സംസ്കാരമാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും മൂല്യവും ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഇരിക്കുന്നത്. ആ രീതിയിൽ പണത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങളെ, ഈ ലോകം നൽകുന്ന മനോഭാവങ്ങളെക്കാൾ അപ്പുറമായിട്ട് കേവലം പണത്തിൻ്റെ ലാഭങ്ങളെക്കാൾ ജീവിതത്തിൻ്റെ ലാഭങ്ങളെ നേടുകയും കൂട്ടിവെക്കാതെ പങ്കുവെക്കുന്നതിലൂടെയും ആർത്തിയുടെ സംസ്കാരത്തേക്കാൾ മിതത്വത്തിൻ്റെ സംസ്കാരം നമ്മുടെ ഇടയിൽ വളർത്തുകയും ചെയ്യാം. പഴയ ഒരു കഥയാണ്. തട്ടിൻപുറത്ത് ഒരാളെ ഒളിപ്പിച്ചു വെച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാരിൽ ഒരാൾ പുരോഹിതനോട് ഏറ്റുപറയുകയാണ് ഇങ്ങനെ: അതിനെന്താ ഇത്ര ദുഃഖിക്കാൻ, നല്ല കാര്യമല്ലേ? അല്ലച്ചോ, ഒരു ചെറുമാസ വാടക കൂടി ഞാൻ ഈടാക്കിയിരുന്നു. അപ്പോഴും പുരോഹിതൻ പറഞ്ഞു: ഇല്ല, വലിയ തെറ്റില്ല. അല്ല, അതല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? യുദ്ധം തീർന്നു. അതിപ്പോൾ അയാളോട് പറയണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ. യുദ്ധം ഒരിക്കലും തീരാതിരിക്കട്ടെന്നും കിട്ടുന്ന പണം മുമ്പോട്ട് കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്ന ചില സംരക്ഷകരെയൊക്കെയാണ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും അതിൻ്റെ ലാഭക്കൊതി മൂക്കാതെ, മനസാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വിചാരം തോന്നി സത്യം കാണിച്ച് നമ്മുടെ പണത്തോടും ധനമാർഗങ്ങളോടും അതിൻ്റെ വിനിമയങ്ങളോടും സത്യസന്ധമായി നമുക്ക് പെരുമാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.